അവരെത്താൻ നേരമായി. ഇത് കേട്ടുകൊണ്ട് വന്നാലേ അവരിങ്ങോട്ട് കയറാതെ തിരിച്ചു പോകും. മോനെ ബാലു, ഒരു കാലത്ത് ഈ മൃദംഗത്തിൽ നിന്ന് വരുന്ന നാദം കേൾക്കാൻ മഹാരാജാവ് അവരെ കാത്തു വന്നിട്ടുണ്ട്. കേട്ടുപഴകിയ കഥ പറഞ്ഞാൽ വേറെടുപ്പിക്കല്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനുള്ള കഴിവ് എന്തായാലും ഇല്ല. അവർ സ്വയം കണ്ടുപിടിച്ച ജീവിതം നഷ്ടപ്പെടുത്താനെങ്കിലും നോക്കിക്കൂടെ? അച്ഛനെ അകത്തെങ്ങാനും കൊണ്ടുപോയി ഇരുത്ത്. ഇവിടെയെങ്കിലും ഒരു അപശകനം പോലെ ഇരുന്ന പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ അവർ നിൽക്കത്തില്ല. മതി, നിർത്ത്. ബാലു, പൂമോത്ത പരമേശ്വരന്റെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോവാം. വേണ്ട മോളെ, അങ്ങനെ ഞാനായിട്ട് നിനക്ക് കിട്ടുന്ന നല്ലൊരു ജീവിതം ഇല്ലാതാക്കില്ല. എന്നെ പടിഞ്ഞാറ് ചായപ്പിലേക്ക് വിട്ടിരുത്തിക്കോളൂ. അവിടെയാണല്ലോ ആവശ്യമില്ലാത്തൊക്കെ കൂട്ടിയിടുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ എന്നെ വേദനിപ്പിക്കരുത്. മോൾക്ക് വേദനിച്ചോ? ക്ഷമിക്കുക, അച്ഛൻ വേറൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. ബാലു, നീ പലപ്പോഴും വല്ലാതെ അതിര് കിടക്കുന്നു. ചേച്ചിയെങ്കിലും രക്ഷപ്പെട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അല്ലാതെ ചേച്ചി, അവര് വന്നെന്ന് തോന്നുന്നു. നീ അമ്മയോട് അതൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞേ.